നമ്മുടെ ശരീരം മുഴുവനും ഒറ്റ യൂസിൽ തന്നെ നിറം വയ്ക്കണം. അതായത് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണ്. മുഖത്ത് മാത്രമല്ല, കൈ കാല് തുടങ്ങിയിട്ട് ബോഡി ഫുൾ വൈറ്റൻ ചെയ്യണം, ബ്രൈറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ബ്രൈറ്റനൊക്കെ സ്പെഷ്യലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ബ്രൈറ്റ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഫുൾ ബോഡി കെയർ ചെയ്യാറുണ്ട്. സോ നമുക്ക് ആ ഒരു ടൈമിലൊക്കെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. അതോടൊപ്പം നമുക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു സംഭവം ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കാണണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഓൾറെഡി സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സ്കിൻ ക്ലീൻ ചെയ്ത് മുടിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കയ്യിലും എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി വയ്ക്കുക. കാര്യം നമ്മൾ കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ടൈമിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മുടെ ഓർണമെൻറ്റ്സിനും ഡാമേജ് സംഭവിക്കാം. സോ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതൊരു ബോഡി പോളിഷിംഗ് പാക്കാണ്. സോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. എപ്പോഴും എൻ്റെ ഹോം റെമഡീസിൽ ഞാൻ തൈര് യൂസ് ചെയ്യാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, എത്ര തന്നെ സൺ ടാൻ ഉണ്ടെങ്കിലും അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും സേഫായിട്ട് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതും അതുപോലെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളതുമാണ്. അതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു തൈര് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ലോ തേനോ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ബട്ട് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പം എനിക്ക് കൂടുതൽ പ്രിഫറൻസ് വരുന്നത് തൈരാണ്. അത്രയും നന്നായിട്ട് സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നിന് ഒരു സ്പെഷ്യൽ ഗ്ലോ കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. 10-12 രൂപയ്ക്ക് തന്നെ ചെറിയ ബോട്ടിൽ തൈര് കിട്ടുമല്ലോ, അത് നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം. തൈര് വീട്ടിൽ അവൈലബിൾ അല്ല, നമുക്ക് വാങ്ങണം എന്നാണെങ്കിൽ അത് വാങ്ങിച്ചും യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒപ്പിക്കുക. മുഖത്തും കയ്യിലും കാലിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തത് മുൾട്ടാണി മിട്ടിയുടെ പൗഡറാണ്. മുൾട്ടാണി മിട്ടിയുടെ പൗഡർ എടുത്തിട്ടുണ്ട്, അത് കുറച്ച് ചേർത്ത് കൊടുത്തു. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈര് തന്നെയാണ്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തീരെ പറ്റാത്തവർക്ക് വേണമെങ്കിൽ അലോവേര ജെൽ യൂസ് ചെയ്യാം. ബട്ട് സ്റ്റിൽ നമുക്ക് സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ ഇതാണ് ദ ബെസ്റ്റ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. ഞാനിവിടെ ഒരല്പം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ മഞ്ഞളൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. യെല്ലോ ടിൻറ്റ് ഉണ്ടാവും ഒരുപാടായാൽ, പിന്നെ നമുക്ക് സ്കിന്നിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം, ഒരു പിഞ്ചായിട്ട് യൂസ് ചെയ്താലാണ് അതിൻ്റെ ശരിക്കുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റം പറ്റത്തില്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. നേരത്തെ തൈരാണെങ്കിൽ ഞാൻ ഓൾട്ടർനേറ്റീവ് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ അതിനനുസരിച്ച് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇത് നല്ല ഒരു ബാറ്റർ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, ഇതിപ്പം നമ്മുടെ കസ്തൂരി മഞ്ഞൾ സെപ്പറേറ്റ്, മുൾട്ടാണി മിട്ടി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 15 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. വളരെ എളുപ്പത്തിലുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടി സെറ്റ് ആവത്തില്ല എന്നാണെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് ചേരുന്നത്, കടലമാവ്, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്, നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അഴുക്ക്, പൊടി ഇതൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് സഹായിക്കും. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുത്തത് മഞ്ഞളാണ്. മഞ്ഞളിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് വളരെ ജെൻറ്റിലാണ്. അതുപോലെ തന്നെ സ്കിന്നിൽ ഒരു ഹീലിംഗ് എഫക്റ്റ് തരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്രയും അടിപൊളിയാണ് ഐറ്റംസ് എല്ലാം തന്നെ. സോ മസ്റ്റായിട്ടും ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയാം. ആദ്യം തന്നെ മുഖം, കൈ, കാലൊക്കെ നിങ്ങൾക്ക് അഴുക്ക് പിടിച്ചിരിക്കുകയാണ്, പുറത്തൊക്കെ പോയിട്ട് വന്നതാണെങ്കിൽ ജസ്റ്റ് വെള്ളം വെച്ചെങ്കിലും ഒന്ന് കഴുകുക. മുഖമാണെങ്കിൽ ഒന്ന് സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ യൂസ് ചെയ്ത് കഴുകുക. കൈ, കാൽ, മുഖമൊക്കെ കഴുകാൻ പറ്റുന്നവരാണെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് തന്നെ കഴുകുക. അല്ല പുറത്തൊന്നും പോയിട്ടില്ല, വീട്ടിലിരിക്കുകയാണ്, നല്ല നീറ്റായിട്ട് ഫീൽ ആകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ ചെയ്താൽ മതി. ഫേസ് ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് പാക്ക് ഇടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എപ്പോഴും
എപ്പോഴും ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. ഈവനിങ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഫേസൊക്കെ നന്നായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യും. കൈയും കാലും ഒക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ നനച്ചു കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ സ്കിൻ ഓൾറെഡി നല്ല ഡ്രൈ ആയിരുന്നു. ഡ്രൈ സ്കിന്നിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ സമയം വെച്ചിരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്കിന്നൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതാണ്, കുറച്ച് വെള്ളം എടുത്ത് നനച്ചു കൊടുത്തതാണ്. കാര്യം ഇത് കുറച്ച് നേരമെങ്കിലും നിൽക്കണ്ടേ. പെട്ടെന്ന് നമ്മുടെ ഫേസ് പാക്ക് ഡ്രൈ ആയി പോയാൽ നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല, നമുക്ക് കൂടുതൽ നേരം വെച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതുകൊണ്ട് ബെനിഫിറ്റ്സ് ഒന്നും വലുതായിട്ട് കിട്ടാൻ പോണില്ല. സോ നന്നായിട്ട് സ്കിന്നൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് കയ്യിലും കാലിലും മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്പോസ് ആകുന്ന ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു മസാജ് കൊടുക്കാം. ഇതിൽ നമ്മൾ മുൾട്ടാണി മിട്ടി യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കിത് മസാജ് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒട്ടും തന്നെ തരിതരിപ്പൊന്നും ഉണ്ടാവില്ല. മുൾട്ടാണി മിട്ടി, അതുപോലെ തന്നെ നമ്മുടെ ബീസൻ, കടലമാവ്, ഇതൊക്കെ ആണെങ്കിൽ ഒട്ടും തരി ഉണ്ടാവില്ല കേട്ടോ, നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഒരല്പം മാത്രമാണ് കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുത്തത്. അതിൻ്റെ ഒരു ചെറിയ തരിതരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അരിപ്പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഈ ഒരു പാക്കിന് ഏറ്റവും നല്ലത് കടലമാവ് അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടിയാണ്. സോ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞ് സ്കിന്നൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒന്ന് നനവൊക്കെ ഒന്ന് എക്സസ് ആയിട്ടുള്ള നനവ് മാത്രം തുടച്ചെടുത്തതിന് ശേഷം അലോവേര ജെല്ല് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ടോണറിന് പകരമായിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം സ്കിന്നിനൊരു നാച്ചുറലായിട്ടുള്ള ഒരു നറിഷ്മെൻറ്റ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. റോസ് വാട്ടറോ നിങ്ങളുടെ കയ്യിലുള്ള യൂസ് ചെയ്യുന്ന ടോണറോ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ സ്കിന്നൊക്കെ നന്നായിട്ട് തുടച്ചു. അതിനുശേഷം ഈ ഒരു അലോവേര ജെല്ലിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്കിൻ എനിക്ക് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ഫീൽ ആകുന്നുണ്ടായിരുന്നു രാവിലെ മുതൽ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നറിഷ്മെൻറ്റ് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. സാധാരണ നിങ്ങൾ എന്താണോ സ്കിൻ കെയർ ചെയ്യുന്നത് അത് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ അലോവേര ജെല്ലിട്ടു. അതിനുശേഷം ഡോട്ട് കീയുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെറാമൈഡ്സ് ഉള്ളതാണ്. കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്കിന്നൊന്ന് ഡ്രൈ ആയിട്ട് ഫീൽ ആകുന്നുണ്ടായിരുന്നു. സോ എക്സ്ട്രാ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് അത് ചെയ്ത് കൊടുക്കുക. പിന്നെ നോർമലി ഒരു സിമ്പിൾ മോയ്സ്ചറൈസർ മാത്രമെങ്കിലും ഉറപ്പായിട്ടും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ നറിഷ്മെൻറ്റ് കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ, സ്കിന്ന് ഡ്രൈ ആവാതെ പ്രിവെൻറ്റ് ചെയ്യുള്ളൂ. സോ അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മുഖത്ത് മോയ്സ്ചറൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കയ്യിലും കാലിലും ഒക്കെ തന്നെ നിങ്ങൾ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബോഡി ക്രീമോ ബോഡി ലോഷനോ യൂസ് ചെയ്താൽ മതി. പകൽ സമയത്താണ് നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്നതെങ്കിൽ ഉറപ്പായിട്ടും പുറത്ത് പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയാൽ പോലും നമുക്കത് അത്ര നല്ലതല്ല. സോ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ 1 2 തവണയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. സൂപ്പർ റിസൾട്ട് കിട്ടിയാൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.